ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ടിംഗ് അതും വളരെ എന്താ പറയുക, സിദ്ധുവോട് ചോദിച്ചാൽ മതി, ഭയങ്കര രസമായിരിക്കും. ഞാനും സിദ്ധുവും ആക്ച്വലി ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ വിചാരിച്ച് മിക്കവാറും നമ്മളെ ആദ്യത്തെ ദിവസം തന്നെ നമ്മളെ പറഞ്ഞയക്കും, എല്ലാം ഒഴിവാക്കി. കാരണം ഞങ്ങൾക്കൊരു ഐഡിയ ഇല്ല എന്താ ചെയ്യേണ്ടതെന്ന്. അതുമാത്രമല്ല, ആ ഷൂട്ടിങ്ങിൻ്റെ സമയം ആക്ച്വലി ഫസ്റ്റ് ഡേ എവിടെയാണ് നടന്നത്? തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജാണ്. തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലൊരു 500, എനിക്ക് തോന്നുന്നു 500 അല്ല 1000 പേരുണ്ടാവും. എല്ലാവരും ഇങ്ങനെ ചുറ്റും ഇങ്ങനെ വളഞ്ഞു നിന്ന്, ഷൂട്ടിംഗ് അല്ലേ, എല്ലാവരും ഇങ്ങനെ ഷൂട്ടിംഗ് കാണാൻ വേണ്ടി നിൽക്കുകയാണ്. 2 പീക്കിരി പിള്ളേർ ഇവരെന്ത് അഭിനയിക്കുന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കളിയാക്കലും ബഹളവും. പിന്നെ ക്യാമറേൻ്റെ പിന്നിലാണെങ്കിൽ കമൽ സാർ എല്ലാം ഭയങ്കര ടെൻഷനായിട്ട് എങ്ങനെ ചെയ്യും ഇവർ. തൊട്ടപ്പുറത്ത് പ്രൊഡ്യൂസർ ഡേവിഡ് കാച്ചപ്പള്ളി, ലളിത ആൻറ്റി, എൻ്റെ അച്ഛൻ, അങ്ങനെ വലിയൊരു ഗ്യാങ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ നോക്കുമ്പോഴാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഷോട്ട് അഭിനയിക്കുന്നത്. ഞങ്ങളെല്ലാവരും കൂടെ പിന്നെ ഈ ഫസ്റ്റ് ഡേ ഷൂട്ടിൽ തന്നെ എനിക്ക് ബൈക്ക് ഓടിക്കാൻ അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ ആദ്യം 2 ബൈക്കുണ്ട്, ഒന്ന് സിദ്ധു, ഇനൊന്ന് എനിക്ക്. അങ്ങനെയായിരുന്നു ബൈക്കിൻ്റെ ഒരു ഡിവിഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു സാർ എനിക്ക് ബൈക്ക് വേണ്ട, ഞാൻ സിദ്ധുവിൻ്റെ പുറകെ ഇരുന്നോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ സിദ്ധുവിൻ്റെ പുറകെ ഇരുന്നു. നമ്മുടെ നൂലുണ്ടല്ലോ, നൂലുണ്ടയോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ മറ്റേ ബൈക്ക് നീ ഓടിച്ചോ. അപ്പോൾ അവൻ ഭയങ്കര ഹാപ്പിയായി, അവനൊരു സെപ്പറേറ്റ് ഒരു ബൈക്ക് കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് അവൻ ആ ബൈക്ക് ഓടിച്ചുകൊണ്ട് ഫസ്റ്റ് ഡേ തന്നെ നല്ല സ്പീഡിൽ ഞങ്ങളെ എല്ലാ ഫ്രണ്ട്സിനോടൊക്കെ ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട്, ഇപ്പം ഭയങ്കര ഓവറായി കാണിച്ച് നമ്മുടെ നൂലുണ്ട ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് അവനങ്ങനെ ടാപ്പ അത് വീണ് മൊത്തം. അവൻ്റെ കയ്യിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒരു കെട്ടുണ്ടാവും എപ്പോഴും ഫുൾ ടൈം. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കയ്യിൽ ഇവിടെ ഒന്നുമില്ല, ഒരഞ്ഞു പോയിട്ട് അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവനത് കേട്ടിട്ട്. കമൽ സാർ ആയതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങളെല്ലാവരും സഹിച്ച് പേഷ്യൻ്റ്ലി ഞങ്ങളെ കൊണ്ട് അഭിനയിപ്പിച്ച്. കാരണം കമൽ സാർ തീരെ ചൂടാവില്ല, വളരെ പേഷ്യൻ്റായിട്ട് അടുത്ത് വന്നിരുന്നിട്ട് ജിഷ്ണു ഇങ്ങനെയാണ് സീൻ, ഇതൊക്കെയാണ് സംഭവങ്ങൾ, അപ്പോൾ ജിഷ്ണു അത് ചെയ്യണം, ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നിട്ട് വളരെ കാമായിട്ട് പറഞ്ഞു തന്നിട്ട് പോകും. അപ്പോൾ നമുക്കെല്ലാം സാറ് പറയുമ്പോൾ തന്നെ ആ ഒരു അറ്റ്മോസ്ഫിയർ അവിടെ അങ്ങനെ ക്രിയേറ്റ് ആവുക ചെയ്യാം. അതുകൊണ്ട് ഭയങ്കര രസമായിരുന്നു വർക്ക് ചെയ്യാൻ, ഭയങ്കര എൻജോയ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് സിനിമ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് വളരെ ജോളിയായിട്ട് ഞങ്ങൾ അഭിനയിച്ച് തീർക്കുക ചെയ്തു. ആദ്യത്തെ നായിക ഭാവന. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഭാവന വന്നപ്പോൾ വളരെ പാവം കുട്ടി, പാവപ്പെട്ട വീട്ടിൽ, വളരെ സാധാരണ, പാവപ്പെട്ട വീട്ടിൽ നിന്നല്ല, വളരെ സാധാരണ നോർമലായിട്ടുള്ള മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നൊരു കുട്ടി വളരെ പാവം പോലെ വന്നിരുന്നു. ഞാൻ കണ്ടു, ഞാൻ പറഞ്ഞു ഹായ് എന്ന് പറഞ്ഞു. പെട്ടെന്ന് മേക്കപ്പ് മാൻ വന്നു, അവളെ കടന്ന് പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങി, ബ്ലാക്ക് ആക്കി. അപ്പോൾ ആദ്യത്തെ നായിക കറുത്ത മുഖത്തിലുള്ള ഒരു പരിമളം ആയിരുന്നു ആദ്യത്തെ നായിക. പിന്നെ അതിനുശേഷം ഭാവനയോട് കുറേ പടം അഭിനയിച്ചു. പറയാം, വലത്തോട് തിരിഞ്ഞാൽ 4ാമത്തെ വീട്, അങ്ങനെ കുറേ സിനിമ അഭിനയിച്ചു. വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ഞങ്ങൾ. ഇപ്പോൾ ഭാവനയെ ഇപ്പോൾ കാണുമ്പോൾ തീരെ തിരിച്ചറിയില്ല. ആദ്യം പരിമളത്തിൽ നിന്ന് ഇന്നൊരു ബോളിവുഡ് സ്റ്റാർ ലുക്കാണ്. ആൾ കംപ്ലീറ്റ് സ്ലിം ബ്യൂട്ടിയായി, ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ലുക്കാണ് ഇപ്പോൾ ഭാവനയ്ക്ക്.